ശരിക്കും അന്നനാളോ ആ മാഷും തമ്മിൽ കൂടിച്ചേർന്നിടത്തിന് ഞാൻ മിക്സിയുടെ അടപ്പാണെന്ന് പറയും. അടപ്പ് ടൈറ്റ് അല്ലാത്ത മിക്സിയിലിട്ട് അടിച്ചാൽ എന്തുണ്ടാവോ അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മളുടെ അടുത്ത് രോഗികൾ വരുമ്പോഴേ അവർ ഈ ഗ്യാസിന്റെ മരുന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഓമിപ്രസോൾ, പാൻഡോപ്രസോൾ എന്ന് പറഞ്ഞ മരുന്നുകളെ കാണുന്നത്. പലപ്പോഴും ഈ മരുന്നുകളുടെ കുറേ നാളത്തെ ഉപയോഗം ചിലപ്പോൾ ഗ്യാസ് കൂട്ടും എന്ന് പറയുമ്പോൾ അവർക്ക് ഗ്യാസ് എന്ന് പറഞ്ഞ മരുന്നുകൾ ചിലർക്ക് അറ്റാക്ക് ആയിരിക്കാം, ചിലർക്ക് ക്യാൻസർ ആയിരിക്കാം, ചിലർക്ക് കരൾ രോഗമായിരിക്കാം. ഈ രാവിലെ എണീക്കുമ്പോൾ വയറ് നല്ല പരന്നിരിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് വയറ് ഇങ്ങനെ വീർത്ത് വന്ന് ആകെ വീർത്ത് മുട്ടണ പോലെ ഇരിക്കുന്നു. കാന്താരി മുളക് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-3 പേഷ്യൻസ് ഒക്കെ ബ്ലീഡിങ് അൾസേഴ്സ് ആയിട്ടൊക്കെ പറഞ്ഞു. അൾസറും ഒരു പക്ഷേ ഗ്യാസിലേക്ക് എത്തിക്കാം. നെഞ്ചരിച്ചിൽ വരുമ്പോഴേ എന്നും പേഷ്യൻസ് വന്ന് എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ, എന്ത് ചെയ്താൽ ഇത് കുറയ്ക്കാം. ഈ എച്ച് പൈലോറി ബാക്ടീരിയ എങ്ങനെയാണ് വരാന്നുള്ളത് പലപ്പോഴും ആൾക്കാരെന്നോട് ചോദിക്കും, ഞങ്ങൾ എന്തെങ്കിലും തിന്നതിൻ്റെ ആണോ പ്രശ്നം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആണ് അല്ലേ. സ്മോക്ക് ചെയ്ത ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പ്രിസർവ് ചെയ്ത മീറ്റോ അങ്ങനത്തെ ഉപയോഗം പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ അതും കൂടി വരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ സോജൻ ജോർജ്, തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോൻട്രോളജി വിഭാഗം മേധാവിയാണ്. വായയെ തൊട്ട് മലദ്വാരം വരെയുള്ള ഭാഗവും അതിൻ്റെ ഒപ്പം തന്നെ കരള്, പിത്തസഞ്ചി, പാൻക്രിയാസ് ഈ ഭാഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന വിഭാഗമാണ് ഉദരരോഗ വിഭാഗം. എൻ്റെ കൂടെ മറ്റ് 2 പ്രഗത്ഭരായ ഡോക്ടേഴ്സ് കൂടിയുണ്ട്. ഞങ്ങൾ വളരെ അപൂർവമായിട്ട് അവിടെ വെച്ച് ഇത്ര അധികം നേരം ഇരുന്ന് ഒപ്പം സംസാരിക്കാറുള്ളൂ എന്ന് തോന്നുന്നു. അതെ, ശരിയാണ് സർ. ഇപ്പോൾ ഇങ്ങനെ ഒരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടി. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃപാൽ, ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗത്തിലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. മാഡവും നമ്മുടെ കൂടെ ഇന്ന് വന്നു. മഴയൊക്കെ ആണെങ്കിലും നമുക്കിവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ്റെ സമയം കിട്ടി ഇതിൻ്റെ ഇടയിൽ, അല്ലേ മാഡം? അതെ അതെ. നമസ്കാരം, ഞാൻ ഡോക്ടർ രജനി, അമല ഗ്യാസ്ട്രോ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് അവിടെ TV-യിൽ ന്യൂസ് വെച്ചിരിക്കുകയായിരുന്നു. ഗ്യാസിൻ്റെ വില കൂടിയതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വാർത്ത. എനിക്ക് തോന്നുന്നു ഗ്യാസാണ് ഇന്ന് താരം. ഇന്ന് തന്നെ 29 രൂപ കൂടിയിട്ട്. അതെ അതെ, നമ്മുടെ ഒ-പിയിലും എന്നും താരം ഗ്യാസാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു 100 പേരെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 90 പേർക്കെങ്കിലും ഗ്യാസ് ആയിരിക്കും മെയിൻ പ്രശ്നം. പക്ഷേ പല രീതിയിലുള്ള ഗ്യാസുകൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ എല്ലാം നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം, എല്ലാ ഗ്യാസും ഒന്നുമല്ല. പല ഗ്യാസിന് പല റീസൺസ് ആയിരിക്കും, അല്ലേ കൃപാൽ? അതെ, നമ്മളെപ്പോഴും നമ്മളുടെ അടുത്ത് രോഗികൾ വരുമ്പോഴേ അവർ ഈ ഗ്യാസിൻ്റെ മരുന്ന് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഓമിപ്രസോൾ, പാൻഡോപ്രസോൾ എന്ന് പറഞ്ഞ മരുന്നുകളെ കാണുന്നത്. അപ്പോൾ പലപ്പോഴും ഈ മരുന്നുകളുടെ കുറേ നാളത്തെ ഉപയോഗം ചിലപ്പോൾ ഗ്യാസ് കൂട്ടും എന്ന് പറയുമ്പോൾ അവർക്ക് പുതിയ ഏറ്റവും വലിയൊരു പ്രശ്നം, എല്ലാ പ്രശ്നവും ഗ്യാസ് എന്ന് പറയുന്ന കാരണം മിക്കവാറും ആൾക്കാർ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലും, ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നത്, അല്ലേ? അതെ അതെ, ഗ്യാസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഇല്ലെന്നുള്ളതല്ലേ സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗ്യാസ് എന്ന് പറഞ്ഞ മരുന്നുകൾ ചിലർക്ക് അറ്റാക്ക് ആയിരിക്കാം, ചിലർക്ക് ക്യാൻസർ ആയിരിക്കാം, ചിലർക്ക് കരൾ രോഗമായിരിക്കാം. അപ്പം നമ്മൾ എന്താണ് ഇത്, ഒരുപക്ഷെ പേഷ്യൻസിനെല്ലാം ഫീൽ ചെയ്യുന്നത് ഗ്യാസ് ആയിട്ടായിരിക്കും. അതായിരിക്കില്ലേ അവരങ്ങനെ പറയുന്നത്. ഒരു രോഗലക്ഷണം ആയിട്ട് രോഗി മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു പൊതുവായിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പരന്ന ഒരു വിശേഷണമായിട്ട് കാണണം തോന്നുന്നു. അതിൽ മാഡം പറഞ്ഞ പോലെ പ്രശ്നമുള്ള ക്യാൻസറുകളും ഇതുമുണ്ട്. എന്നാൽ അത്ര പ്രശ്നമില്ലാത്ത വയറ്റിലെ കുടലിൽ ഗ്യാസ് കൂടുന്നത്, നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഈ ഗ്യാസിൻ്റെ തോന്നുന്നു. ഒരു 100 പേരെങ്കിലും കണ്ടാൽ അതിലൊരു 10-15 പേർക്ക് മാത്രമേ വലിയൊരു പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ടാവുള്ളൂ. മറ്റേതൊക്കെ നിസ്സാരമായ മെഡിസിൻ കൊണ്ട് മാറ്റാവുന്ന ഗ്യാസുകളായിരിക്കും. അങ്ങനെയാണ് പൊതുവെ കാണുക. അപ്പോൾ ഒരു ഗ്യാസ് ഉള്ള ഒരു പേഷ്യൻ്റ് നമ്മളുടെ മുമ്പിൽ വന്ന് എനിക്ക് മുഴുവൻ ഗ്യാസാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒ-പിയിലിരിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ കൈമൊന്ന് അമർത്തിയേ, എൻ്റെ തോളത്തൊന്ന് അമർത്തിയേ. ഞാൻ എവിടെ തൊട്ടാലും എന്ന് പറഞ്ഞ ശബ്ദത്തോടു കൂടി ഗ്യാസ് വിടുന്ന പോലെ കണ്ടു. അപ്പോൾ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് വരുന്ന ഒരു പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ രജനി എങ്ങനെയാണ് അതിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്? എന്ത് ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കുക? ഞാൻ പ്രധാനമായും ആ പേഷ്യൻ്റെ ഏജ് ഗ്രൂപ്പ്, സിംറ്റംസ് എത്ര നാളായിട്ടുണ്ട്, ഈ സിംറ്റംസ് ഒരു 10 വർഷമായിട്ട് ഗ്യാസാണ്, ഏമ്പക്കം വരുന്നു, അപ്പൂപ്പനും ഏമ്പക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാരമ്പര്യമായി ഗ്യാസാണ് എന്നാണ് അവർ പാരമ്പര്യ ഗ്യാസ് ഉള്ളവരും ഉണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? തൂക്കം കുറയുന്നുണ്ടോ, അത് രക്തക്കുറവുണ്ടോ, സന്ധികൾക്ക് എന്തെങ്കിലും വേദനയുണ്ടോ, വയറ് വേദനയാണോ, പ്രോപ്പർ വേദനയാണോ, വയറ് വീർപ്പലാണോ, മലബന്ധം ഉണ്ടോ,
പിന്നെ മലത്തിൽ കൂടി ബ്ലഡ് പോകുന്നുണ്ടോ, ഇങ്ങനത്തെ വാർണിംഗ് സൈൻസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ 45 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടോ പാരമ്പര്യമായി മറ്റ് രോഗങ്ങളൊക്കെ ഉള്ളവരിലാണെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ അവരെ ഒരു പരിശോധനയ്ക്ക് അങ്ങ് വിധേയമാക്കും. അടുത്ത എനിക്ക് കാലത്തായിട്ട് തോന്നുന്നു ഈ പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആദ്യം അവരോട് ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എന്തിനാ ഗ്യാസ് എന്ന് പറയുന്നത്? കാരണം നമ്മുടെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏമ്പക്കവും നെഞ്ചരിച്ചിലും അവർ ഗ്യാസ് എന്നാ പറയുക, വയറ് വീർത്ത് കെട്ടുന്നതിന് അവർ ഗ്യാസ് എന്നാ പറയുക, കീശ്വാസം പോകുന്നതിന് ഗ്യാസ് എന്നാ പറയുക, ആകെ തോന്നുന്ന വിമിഷ്ടത്തിനും ഗ്യാസ് എന്നാ പറയുക. അപ്പം നമ്മുടെ പേഷ്യൻസിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ന ഗ്യാസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പം ഗ്യാസ് എന്ന് പറയുമ്പോൾ ഞാൻ അവരോടൊന്ന് നിർത്താൻ പറയും. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. നെഞ്ചരിച്ചിലാണോ, പുളിച്ചു തേട്ടലാണോ, വയറ് വീർക്കലാണോ, ശബ്ദങ്ങൾ കേൾക്കുന്നതാണോ, കീഴ്ശ്വാസമാണോ? അല്ലേ, നമുക്ക് എല്ലാറ്റിനും പല പല കാരണങ്ങളാണെന്ന് തോന്നും അല്ലേ? അതെ, അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ മലബന്ധമുള്ളവരും ഇതുപോലെ ഗ്യാസാണ്, വയറ് വീർത്ത് കെട്ടിയ പോലെ ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ 3-4 ദിവസമായിട്ട് മലം പോകാനുള്ള തോന്നലുണ്ടാവുള്ളൂ, ചിലപ്പോൾ പോയാൽ മൊത്തമായിട്ട് പോവില്ല. അപ്പോൾ ഈ പറയുന്ന പല പ്രശ്നങ്ങളെ സാറ് പറഞ്ഞ പോലെയുള്ള എരിച്ചിൽ, വയറ് വീർത്ത് കെട്ടുന്നത്, മാഡം പറഞ്ഞ പോലെയുള്ള പ്രശ്നമുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം പൊതുവായിട്ട് ഒരു ഗ്യാസ് എന്നുള്ള കുടക്കീഴിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പല പല കാരണങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലായി വരുമ്പോൾ ഉള്ളതായിട്ട് നമുക്കറിയാലോ അല്ലേ സാർ? അതെ അതെ. പക്ഷേ ഏറ്റവും തോന്നുന്നത് എനിക്ക് രജനി ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യത്തെ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പേഷ്യൻറ്റിന് അപകട സൂചനകളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പറഞ്ഞ കാര്യം. ഈ ഏമ്പക്കമാണ് പൊതുവേ നമുക്കുണ്ടാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഗ്യാസ് എന്ന് തോന്നുന്നു. അതിനെന്തായിരിക്കും കാരണങ്ങൾ? എന്താ പൊതുവേ ഒപ്പിയിൽ എന്താ രജനി കാണാറുള്ളത്? നമ്മൾ നോർമലി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ട്രാൻസിയൻറ്റ് ഗ്യാസ്ട്രോഎസോഫേജിയൽ ഒരു റിഫ്ലക്സ് പോലെ വരാറുണ്ട്. ആ ട്രാൻസിയൻറ്റ് എന്താ പറയുക, ഈ സ്ഫിങ്ക്ടർ റിലാക്സ് ചെയ്യുന്നതിന് ഒരു ഏമ്പക്കമായിട്ട് വരാം. അത് നോർമലാണ് ആൾക്കാർ. പിന്നെ മുമ്പ് ഡോക്ടർ പറഞ്ഞല്ലോ, കയ്യെ ഞെക്കുമ്പോൾ ഗ്യാസ്, പുറത്ത് ഞെക്കുമ്പോൾ ഗ്യാസ്, ടെൻഷൻ അടിക്കുമ്പോൾ ഗ്യാസ്, നമ്മൾ നമ്മുടെ മുമ്പിലിരുന്ന് ഒപ്പിയിലിരുന്ന് 10 പ്രാവശ്യം ഗ്യാസ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നതൊക്കെ സുപ്രാഗ്യാസ്ട്രിക് ബെൽച്ചിങ്, അല്ലെങ്കിൽ അവർ തന്നെ സ്വാളോ ചെയ്യുന്ന ഒരു എയർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത്. അത്രയും ഗ്യാസ് ഒന്നും ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതൊരു ഹിസ്റ്ററി പോലെ തന്നെ അവരോട് അന്നേരപ്പോൾ തന്നെ ചോദിച്ചാൽ അവരത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ചിലർ പറയും ഈ രാവിലെ എണീക്കുമ്പോൾ വയറ് നല്ല പരന്നിരിക്കും, രാത്രി ആകുമ്പോഴത്തേക്ക് വയറിങ്ങനെ വീർത്ത് വന്ന് ആകെ വീർത്ത് മുട്ടണ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് നമ്മൾ സാധാരണ ശ്വസിക്കുമ്പോൾ വരുന്ന പോലെ നമ്മുടെ ഡയഫ്രം എന്ന് പറഞ്ഞ മസിൽ താഴേക്ക് വരുന്നു. അതുപോലെ വയറ്റിൽ ഗ്യാസ് കൂടുമ്പോൾ ശരിക്കും ഡയഫ്രം എന്ന് പറഞ്ഞ മസിൽ മുകളിലേക്ക് കയറിപ്പോകണം, വയറ് പുറത്തേക്ക് അധികം തള്ളി വരുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറയും. ചിലർക്ക് പക്ഷേ ഈ സ്വാഭാവികമായിട്ട് അവരുടെ ബ്രെയിനിൽ നിന്നുള്ള സെൻസസ് അനുസരിച്ച് ചിലപ്പോൾ നേരെ തിരിച്ചുണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഡയഫ്രം എന്ന് പറഞ്ഞ മസിൽ താഴേക്ക് തന്നെ പോകും, അപ്പോൾ വയറ് ഉന്തി വരും. അപ്പോൾ അതും ഗ്യാസായിട്ട് ചിലപ്പോൾ എക്സ്റേ എടുത്താലോ അല്ലെങ്കിൽ CT ചെയ്താലോ ഒന്നും അതിൻ്റെ അകത്ത് വയറ് വീർത്തിരിക്കുകയോ കുടൽ വീർത്തിരിക്കലോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ഞാൻ ആൾക്കാരോട് പൊതുവേ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ ഈ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മിക്സിയിലിട്ട് അടിച്ചു പൊടിക്കുന്ന പോലെയാണെന്ന് പറയും. സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിലുള്ള ഏകദേശം ഒരു 11-14 സെക്കൻഡോടുകൂടി ഫുഡ് വയറിലെത്തുന്നു, അവിടെ ആസിഡായിട്ട് കലരുന്നു, എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചു പൊടിക്കുന്ന പോലെയാണെന്നും. അപ്പോൾ ശരിക്കും അന്നനാളോ ആമാശയും തമ്മിൽ കൂടി ചേർന്നിടത്തിന് ഞാൻ മിക്സിയുടെ അടപ്പാണെന്ന് പറയും. അടപ്പ് ടൈറ്റ് അല്ലാത്ത മിക്സിയിലിട്ട് അടിച്ചാൽ എന്തുണ്ടാവോ അതേപോലെ തന്നെ ഉണ്ടാവുന്നു. ഇത് പറയുമ്പോഴാണ് പലപ്പോഴും നമ്മളെ ഭൂരിഭാഗം ആൾക്കാരും കണക്കാക്കിയിരിക്കുന്നത് ഗ്യാസിൻ്റെ ഡോക്ടർ എന്നാണ്. നമ്മളെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റൊക്കെ മാറ്റി പലപ്പോഴും ഗ്യാസോളജിസ്റ്റ് എന്ന് വരെ അല്ലേ പല ഡോക്ടർമാരും വന്നിട്ട് ഗ്യാസിൻ്റെ ഡോക്ടർ എവിടെയാണ്, ഞാൻ ഗ്യാസിൻ്റെ സപ്ലയർ എവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഗ്യാസിൻ്റെ ഡോക്ടർ എന്ന് കേൾക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒപ്പിയില്ല. അല്ല, നമ്മുടെ ബന്ധുക്കളും ചോദിക്കും എന്നെ ഞാൻ ഗ്യാസ്ട്രോ എൻട്രോളജി എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഹാർട്ടിൻ്റെ ഒക്കെ എടുത്തുകൂടെ, ഗ്യാസ് ആണോ ഗ്യാസ് ചികിത്സിക്കാനാണോ പോണേ എന്നുള്ള രീതി അതൊരു വിദ്യാധാരണ എന്തോ. അതെ അതെ, പലർക്കും ഈ ഗ്യാസ്ട്രോൻട്രോളജി എന്ന് പറഞ്ഞ ഗ്യാസിന്റെ, പക്ഷെ അത് മാത്രമല്ല അല്ലേ നമ്മൾ രജനി എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ. അതെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ലിവർ, പാൻട്രിയാസ്, പിത്തസഞ്ചിയുടെ അസുഖങ്ങൾ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജനറൽ മെഡിസിൻ അപ്ലിക്കേഷൻ ഉള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പോലെയാണ് ഗ്യാസ്ട്രോ. എനിക്ക് തോന്നുന്നത് എന്ത് പ്രശ്നങ്ങളും നമ്മുടെ അകത്ത് വരുന്ന ഗ്യാസ് എന്ന് പറഞ്ഞ പ്രശ്നത്തിൽ ചിലപ്പോൾ ക്യാൻസർ ആവാം, ചിലപ്പോൾ ബോൺ ക്യാൻസർ ആവും, ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവും, ബ്ലാഡർ ക്യാൻസർ ആവും. സോ എനിക്ക് തോന്നുന്നത് ഉദരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ വയറൊരു മായാജാലക പെട്ടിയാണ് എന്ന് പറയും, മാന്ത്രിക പെട്ടിയാണ്. പല കാര്യങ്ങളും പല ആളുകൾക്കും അറിയാത്തതാണ്. ചിലപ്പോൾ ഈ കരളിന്റെ രോഗങ്ങൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ് ഡീൽ ചെയ്യുന്നത്. ഗ്യാസ്ട്രോൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി എന്നായിരുന്നു ശരി. ഇപ്പം എല്ലാം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും
പൊതുവേ ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗത്തിൽ നമ്മൾ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, പിത്തസഞ്ചി, പിത്തക്കുടൽ, ലിവർ, പാങ്ക്രേസ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ രജനി പറഞ്ഞൊരു വലിയ കാര്യമാണ്. നമുക്ക് ഈ പല ഒ പികളെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ അമലയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു ഒ പി നമ്മുടെ ഒ പി ആണെന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്തായിരിക്കും ഇതെന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ ഒ പിയിൽ ഇത്ര തിരക്ക് കൂടുന്നത് എന്നുള്ളത്? വയറിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ പൊതുവെ കൂടുന്നതുകൊണ്ടായിരിക്കും അല്ലേ? അത് ഞാനിങ്ങനെ ഈ രോഗിയോട് ചോദിക്കുമ്പോഴും എന്നോട് തന്നെയും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ 90കളിലൊരു ഭക്ഷണമാണെങ്കിൽ ചിലപ്പോൾ ഇത് കുറഞ്ഞിരിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഈ വളരുമ്പോൾ നാട്ടിൻപുറത്ത് വളർന്നുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ MBBS വന്നു, ഈ ടൗണിലെത്തി, പിന്നെ ജീവിതശൈലി തന്നെ മാറി. ഇപ്പോൾ പലപ്പോഴും സ്വിഗ്ഗിയും സൊമാറ്റോയും ഫാസ്റ്റ് ഫുഡും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തിരക്ക് കൂടുന്നു, അത് സ്ട്രെസ്സ് കൂടുന്നു, രാത്രി ജോലി എന്നവരുടെ ഇത് കൂടുന്നു. നമ്മൾ ഈ ഇതേ പ്രോബ്ലം പറഞ്ഞു വരുന്നതിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ ചിലപ്പോൾ ഈ പ്രൊഫഷണൽസായിട്ട് IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നു, രാത്രി ഉറങ്ങുന്നില്ല. പലപ്പോഴും തെറ്റിയ സമയത്ത് അവർക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള സമയം തന്നെ ചിലപ്പോൾ രാത്രിയായിരിക്കും. ഞാൻ കൃപാൽ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു നെഞ്ചെരിച്ചിലിൻ്റെ ടോക്കിന് വേണ്ടി പോയപ്പോൾ ഞാൻ ഈ ഫുഡുമായിട്ടുള്ള കണക്ഷനായിരുന്നു ഞാനത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ നമ്മുടെ കുന്നംകുളത്തുള്ള ആർത്താറ്റ് സെൻറ്ററിൽ നിന്ന് തിരിച്ച് അമലയിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ എണ്ണുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 124 ഫാസ്റ്റ് ഫുഡ് സെൻറ്റർ ഉണ്ട് ഈ ഒരു 20 കിലോമീറ്ററിനകത്ത്. ഒറ്റ ഫാസ്റ്റ് ഫുഡ് സെൻറ്ററിലും തിരക്ക് കുറവില്ല. അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ മാറുന്ന ഭക്ഷണ സംസ്കാരമായിരിക്കാം ഇതിൻ്റെ ഒരു വലിയ ഇഷ്യൂ അല്ലേ? പിന്നെ യൂട്യൂബിൽ ആൾക്കാർ നോക്കുമ്പോഴേ എല്ലാ പ്രശ്നങ്ങളും വയറ്റിലെ ഒരു ബാക്ടീരിയ കൊണ്ടാണ്. ഒരു അവർക്കൊരു കൗതുകം, അല്ലെങ്കിൽ വേറൊരാൾക്കൊരു അസുഖം വന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. സോ അപ്പം ചെറിയ സിംറ്റം ആണെങ്കിലും പെട്ടെന്ന് ഡോക്ടറെ കാണുന്ന പ്രവണത ഇപ്പം കൂടുന്നുണ്ട്. ഒരു കാര്യത്തിൽ ആരോഗ്യപരമാണ്, പക്ഷെ ഭയം അതിൻ്റെ അനാവശ്യ ഭയം അനാവശ്യ ഭയം കയറുന്നുണ്ട്. അല്ല, എനിക്ക് യൂട്യൂബ് വീഡിയോയുടെ കാര്യം പറയുമ്പോഴാണ് പലപ്പോഴും ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി റിലേറ്റഡാണ്. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് വരുമ്പോൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്, ഈ ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് പലപ്പോഴും നോക്കണം എന്ന് പറയും. പലപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ വിവരം കേട്ട് നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ഏകദേശം താരനാണോ? താരനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു 2.5 വർഷം മുമ്പ് ഒരിക്കൽ അടുപ്പിച്ച് കുറേ പേഷ്യൻസ് അൾസറായിട്ട് വന്നു. ആ സമയത്താണ് ഈ കാന്താരി മുളക് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-3 പേഷ്യൻസൊക്കെ ബ്ലീഡിങ് അൾസേഴ്സ് ആയിട്ടൊക്കെ വന്നു. നമ്മൾ ഈ അൾസറും ഒരു പക്ഷേ ഗ്യാസിലേക്ക് എത്തിക്കാം അല്ലേ? ഗ്യാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എത്രയൊക്കെ കാണാറുണ്ടാവും ഇപ്പോൾ പേഷ്യൻ്റ് നമുക്ക് അൾസറായിട്ട് വരുന്ന ആൾക്കാർ? അൾസറായിട്ട് വരുന്നവർ നമ്മൾ കാണാറുണ്ട്. പക്ഷേ കുറേ കാലങ്ങളെ മുമ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം എനിക്ക് തോന്നുന്നു. മരുന്നുകൾ ഇപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ആസിഡ് കുറയ്ക്കുന്ന മരുന്നുകൾ കൂടുതലായിട്ട് പൊട്ടൻ്റായിട്ട് വന്നത് പിന്നെ കുറേയൊക്കെ അതിൽ കൺട്രോളായിട്ട് ബ്ലീഡിങ് കുറഞ്ഞേക്കണം എന്തോ പൊതുവെ ബ്ലീഡിങ് കുറഞ്ഞതായിട്ട് എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പൊതുവെ ഈ നെഞ്ചെരിച്ചിൽ വരുമ്പോഴേ എന്നും പേഷ്യൻസ് വന്ന് എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ, എന്ത് ചെയ്താൽ ഇത് കുറയ്ക്കാം, നെഞ്ചെരിച്ചിൽ കുറയ്ക്കാം, പുളിച്ചേട്ടൽ കുറയ്ക്കാം, ഒരു പ്രത്യേകിച്ചൊരു ഭക്ഷണ രീതി കൊണ്ട് അത് മാറുമോ എന്നുള്ളത് അല്ലേ? നമ്മളെല്ലാവരും കേൾക്കാറില്ലേ അങ്ങനത്തെ ചോദ്യങ്ങൾ? എന്തായിരിക്കും അങ്ങനെ വരുമ്പോൾ സാധാരണ എന്താ നമ്മൾ പറയാം? ഞാൻ ഈ പേഷ്യൻസിനോട് ഇപ്പോൾ എല്ലാം സംഗ്രഹിച്ച് നിങ്ങൾ സേഫ് ആവും എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം പിന്നെ ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിർത്തുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ മുമ്പെങ്കിലും അത് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഉറക്കം കുറച്ചും കൂടി സുഖാവും. പിന്നെ അവോയ്ഡ് ആൽക്കഹോൾ, മദ്യം ഒഴിവാക്കുക, പുക ഒഴിവാക്കുക, അതുപോലെ ആക്ടിവിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ചായയും കാപ്പി പോലത്തെ സാധനങ്ങൾ ചിലപ്പോൾ ഈ സാറ് നേരത്തെ പറഞ്ഞ വാൽവിനെ തുറക്കാന്നുള്ളതുകൊണ്ട് അത് കുറച്ച് ഉച്ച കഴിഞ്ഞുള്ള സമയത്തെങ്കിലും കഴിവതും കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഫുഡിൽ ഈ പറഞ്ഞ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, റിഫൈൻഡ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക. പിന്നെ എക്സസൈസ് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ മരുന്നിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ഇതൊക്കെ ഒരു പരിധി വരെ തടയാം. അപ്പം ഇപ്പം എല്ലാവരോടും സേഫ് ആവാനാണ് പറയുന്നത്. ശരി, അതൊരു നല്ല മൊഴിക്കാത്ത
ശരി. ബേസിക്കലി പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനും ഏകദേശം ഇതുപോലെ പറയാം. എരിവും പുളിയും കുറയ്ക്കാൻ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു എരിവും പുളിയും മാത്രമല്ല ഏത് ഫ്ലേവർ ആണെങ്കിലും ഫ്ലേവർ ആണെങ്കിലും അതെ എരിവിനും അതേപോലെ ഒരു നമ്മൾ ഭക്ഷണം ഈ 3 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒരു 9:30 ആകുമ്പോഴാണ് ഫാമിലി ഫുഡ് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ കസ്റ്റത്തിലൊക്കെ ഈ സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കാം. അത്താഴം കഴിക്കുക, അതുപോലെ വളരെ കുറച്ച് ഈ സ്ക്വിറൽ സപ്പർ, ലയൺസ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയുള്ള അതുകൊണ്ട് അരക്കാതെ നടക്കണം എന്നൊരു ചൊല്ല് പണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ മദറൊക്കെ അത് സ്ഥിരം ഞങ്ങളോട് പറയുമായിരുന്നു, ഉടനെ കയറി കിടക്കരുത്. അതുപോലെ നമ്മുടെ ചാരുകസേര നാട്ടിലെ പഴയ ഒരു ശൈലിയല്ലായിരുന്നു ചാരുകസേര, പിന്നെ ദിവാങ്കോട്ട്. അതെ അതെ അല്ല അതെനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ചില പേഷ്യൻസ് വരുന്ന സമയത്ത് അവർ പറയും, ഞാൻ അവരോട് ചോദിക്കുന്നതുമാണ്, രാത്രിയിൽ പേടി സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് ഞങ്ങളൊരു സ്ഥിരമായിട്ട് പേഷ്യൻസിനോട് ചോദിക്കുന്ന കാര്യമുണ്ട്. പുളിച്ചു തേട്ടുന്നതിൻ്റെ രാത്രിയിലത്തെ ലക്ഷണങ്ങൾ, രാത്രി കിടക്കുന്ന സമയത്ത് ഞെട്ടുന്ന പോലെ, കുഴിയിൽ വീഴുന്ന പോലെ, വെള്ളത്തിൽ വീഴുന്ന പോലെ, ആന, പാമ്പ്, ആരെങ്കിലും ശ്വാസം മുട്ടുന്ന പോലെ, ഇങ്ങനത്തെ സ്വപ്നങ്ങൾ വരുമ്പോൾ പല ആൾക്കാർക്കും അവർക്ക് അത് നെഞ്ചരിച്ചിലിൻ്റെയോ പുളിച്ചേട്ടലിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. അവർക്കൊക്കെ രജനി പറഞ്ഞ പോലെ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് കിടന്നുറങ്ങുന്നതിന് 2.5 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക, 1.5 മണിക്കൂർ മുമ്പ് വെള്ളം കൂടി നിർത്തുക, കട്ടിലിൻ്റെ തലഭാഗം ഉയർത്തി വെക്കുക, ഈ 3 കാര്യങ്ങൾ ഭയങ്കര മാജിക്കലായിട്ട് വർക്ക് ചെയ്യും. മാജിക്കലായിട്ട് വർക്ക് ചെയ്യും. ഈ ലോങ് ടേം ആയിട്ടുള്ള മരുന്നുകളിൽ പലതും നമുക്ക് ഈ ഭക്ഷണ രീതി കൊണ്ട്, ഫ്രൈഡ് ഐറ്റംസ് നൈറ്റിൽ കഴിക്കാൻ ഒരു 5:30 കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. എനിക്കൊന്ന് പണ്ട് കാലത്തെല്ലാം കുറച്ച് ഭയപ്പെടുത്തിയാണ് ആൾക്കാർ പറഞ്ഞെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. കുറ്റബോധത്തോടു കൂടി നമുക്ക് ആലോചിക്കാം. നമ്മൾ ഈ പഴമേനെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും, ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ രാത്രി ജോലി കഴിഞ്ഞ് ചെന്നാൽ വിശക്കും, ഭക്ഷണം എടുത്ത് കഴിക്കും, നമ്മൾ ഉടനെ കിടക്കും. നമ്മളുടെ മാറി വരുന്ന ഒരു ജീവിതശൈലിയിലും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട്. അപ്പോൾ അത് ശരിക്കും ഈ പ്രശ്നങ്ങൾ കൂടുന്നതിനും നമ്മുടെ ഒപ്പിയിലെ തിരക്ക് കൂടുന്നതിനും ഒക്കെ കാരണമാവുന്ന. ഞാൻ മുമ്പ് ആരോ തമാശ രൂപയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയ ഭക്ഷണം കഴിച്ചിരുന്നത്, ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കണേ എന്നുള്ള രീതിയിൽ. സത്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ മാറുന്ന ഭക്ഷണ രീതികളും ഒരു പക്ഷേ ഈ മാനസിക പിരിമുറുക്കവും പിന്നെ കുറച്ച് അസുഖത്തിനെ പറ്റിയുള്ള ഭയം അനാവശ്യമായിട്ട് പല അവസ്ഥകളിൽ നിന്ന് കയറി വരുന്ന ഒക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. ഈ പിരിമുറുക്കം മാറാനുള്ള ഒരു മാർഗമായിട്ടുണ്ട്. കാരണം ലോകത്തിലെ എല്ലാ ഭാഗത്തെയും ഭക്ഷണം തൃശ്ശൂർ ടൗണിൽ തന്നെ കിട്ടുന്ന എനിക്കും തോന്നുന്നു. പിരിമുറുക്കം മാറാനായിട്ടുള്ള ഇതായിട്ട് ഒരു വിഷ്യ സൈക്കിളായിട്ട് ചിലപ്പോൾ അതിന് പകരം പിരിമുറുക്കം മാറാൻ വൈകുന്നേരം പോയി കളിക്കാൻ പറ്റുകയാണെങ്കിലോ ഓടാൻ പറ്റുകയാണെങ്കിലോ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ എല്ലാവർക്കും എൻഡോസ്കോപ്പിയുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അതായത് നമ്മൾ പല ആൾക്കാരും വന്ന് ആദ്യം ചോദിക്കുക എൻഡോസ്കോപ്പി വേണോ. പൊതുവെ രജനി ഇങ്ങനെ എല്ലാവരും എൻഡോസ്കോപ്പിക്ക് എടുക്കും അതോ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പ്? ഞാൻ വാർണിംഗ് സൈൻസ് നോക്കിയിട്ടാണ് എൻഡോസ്കോപ്പിക്ക് എടുക്കുക. എൽഡർലി ആണെങ്കിൽ ഞാൻ പൊതുവിൽ 45 ഇയേഴ്സ് അല്ലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എടുക്കും. പിന്നെ ഒരു അബ്ഡോമിനൽ പെയിൻ, ഗ്യാസ് എന്നുള്ളതിന് പകരമായി സിംറ്റം ഒന്നുകൂടെ അത് അനലൈസ് ചെയ്ത് വേദനയാണെങ്കിൽ ഞാൻ എച്ച് പൈലോറി ബാക്ടീരിയ റിലേറ്റഡ് ആണോ, അൾസർ ഡിസീസ്. കാരണം ഇപ്പോൾ ഓവർ ദ കൗണ്ടർ ആയിട്ട് എല്ലാ മെഡിക്കേഷൻസും കുറേയൊക്കെ കിട്ടുന്നതുകൊണ്ട് കുറച്ച് പേഷ്യൻസ് കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവർക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രിഫർ ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റും സ്റ്റൂൾ ടെസ്റ്റ്, അനീമിയോ മലത്തിലുള്ള മറ്റെന്തെങ്കിലും രക്തക്കുറവുണ്ടായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻഡോസ്കോപ്പിക്ക് എടുക്കും. പിന്നെ ഡെഫിനറ്റ്ലി ഒരു ക്രോണിക് ആയിട്ട് റിഫ്ലക്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പിന്നെ അറിയാതെ കിടക്കുന്ന കൊടുത്തിട്ട് പ്രത്യേകിച്ചും മാറ്റം വരാത്തവരിൽ ഒരു 6 മുതൽ 8 ആഴ്ച വരെ കഴിച്ചിട്ടും പ്രത്യേക പ്രശ്നമില്ല, മാറ്റം വരാത്തവർക്ക് ബാരറ്റ്സോ എന്തെങ്കിലും പ്രീ ക്യാൻസറസ് കണ്ടീഷൻ വരുമോ എന്നറിയാനും നോക്കാറുണ്ട്. അതുപോലെ ഈ പാരമ്പര്യം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പാരമ്പര്യത്തില് ഭയങ്കരമായിട്ടുണ്ടെങ്കിലും എനിക്കും തോന്നുന്നു ഞാൻ ഇതിന്റെ കൂടെ ആകെ കൂടി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരെ കൂടിയും നമ്മളത് പൊതുവെ ചേർക്കാറ്. പക്ഷെ പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് അകത്ത് അപകടമുള്ള അൾസർ, ക്യാൻസർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണല്ലോ. അതിനെനിക്ക് കൊണ്ട് ഈ അപകട സൂചനകൾ തന്നെ ധാരാളമായിരിക്കും അല്ലേ? വെയിറ്റ് കുറയുക, വിശപ്പില്ലായ്മ, ബ്ലീഡിങ്, രക്തക്കുറവ്, ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ് പ്രധാനമായിട്ട് എൻഡോസ്കോപ്പി ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചിലപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ ചില ആൾക്കാർ സന്തോഷത്തോടുകൂടി പറയും, ചില ആൾക്കാർ സന്തോഷത്തോടുകൂടി പറയും അയ്യോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. ചില ആൾക്കാർക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോർമലാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്, അയ്യോ ഒന്നും കണ്ടില്ലേന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ പിന്നെ എന്താണ് വേറെന്തോ കണ്ടുപിടിക്കാനുണ്ട്. അതെ അതെ. ശരിക്കും അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം നോൺ ഇറോസീവ് റിഫ്ലെക്സ് എല്ലാവർക്കും ചിലപ്പോൾ മുറിവ് ഉണ്ടാവണം എന്നില്ല എന്നുള്ളത് തോന്നുന്നു അല്ലേ? അതെ, ഈ എൻഡോസ്കോപ്പിയിൽ ശരിക്കും ഒന്നാമത് നമ്മളിപ്പോൾ അസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ എൻഡോസ്കോപ്പിയിൽ ഈ തൊലിക്കൊന്നും പൊട്ടൽ കാണണമെന്നില്ല. അതുപോലെ ഒരു 60% ഈ അസിഡിറ്റി ഭയങ്കരമായിട്ട് വരുന്ന ആൾക്കാർക്കും അന്നനാളത്തിൽ തൊലിക്ക് പൊട്ടൽ ഉണ്ടാവണം എന്നില്ല. നമ്മളിപ്പോൾ ആസിഡിൻ്റെ അളവ് പഠിക്കാൻ പറ്റും. നമ്മൾ
ആസിഡിന്റെ അളവ് 24 hour pH മോണിറ്ററിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നല്ല ചെയ്യുന്നേ അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയ ഇഷ്യൂ സോൾവ് ആയത് കൃപാലിന്റെ വരവോടുകൂടി നമ്മുടെ PH മെട്രിയും മാനോമെട്രിയും തുടങ്ങിയപ്പോൾ വലിയൊരു മെച്ചമായി തോന്നുന്നു. പണ്ട് എൻഡോസ്കോപ്പി ചെയ്യും, അതിലൊന്നും കാണില്ല. അപ്പോൾ ഉടനെ നമുക്ക് ആകെ സംശയമായി ഇത് എന്താണ് അസുഖം. പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വ്യക്തത വരില്ല. പക്ഷെ അതിനൊരു പരിധി വരെ PH മെട്രി ഭയങ്കര സഹായിച്ചിട്ടുണ്ടെന്നുണ്ടല്ലേ. ഈ PH മെട്രിയിൽ എന്താ ശരിക്കും ചെയ്യാം? ഈ PH മെട്രിയിൽ എന്താന്ന് വെച്ചാൽ സാർ, നമ്മൾ ഈ അന്നനാളം അതുപോലെ ആമാശയം ഇത് രണ്ടും തമ്മിലുള്ള വാൽവിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ അന്നനാളത്തിലെ pH ശരിക്ക് സാധാരണ ഒരു 7 അടുപ്പിച്ചാണ്. ആൽക്കലൈൻ PH, ആൽക്കലൈൻ ആണ്. അതുപോലെ വയറ്റിൽ ആമാശയത്തിൻ്റെ അകത്ത് ഈ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് അമ്ലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ pH 2. അപ്പോൾ സാധാരണഗതിയിൽ ഈ വാൽവ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഈ അന്നനാളത്തിൻ്റെ അകത്ത് pH വളരെ കുറഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ വളരെ ചെറിയ ഒരു നേർത്ത ഒരു ട്യൂബ് മൂക്ക് വഴി വെച്ച് ഈ അന്നനാളത്തിലെ pHഉം ആമാശയത്തിലെ pHൻ്റെയും വ്യത്യാസങ്ങളും അത് 24 മണിക്കൂറത്തേക്കും അല്ലെങ്കിൽ ചില ടെസ്റ്റുകൾ അതിൽ കൂടുതൽ നേരം നിരീക്ഷിക്കാവുന്നുണ്ട്. അത് വെച്ച് പഠിക്കുന്നത് അന്നനാളത്തിന്റെ അടിഭാഗത്ത് pHന്റെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നല്ലൊരു എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ നല്ലൊരു ഹെർണിയ ഹെർണിയ എന്ന് വെച്ചാൽ ഈ അന്നനാളത്തിന്റെ അവിടെയുള്ള ബലക്കുറവ് കാരണം ആമാശയം കുറച്ച് മേലിലേക്ക് കയറി ഹയാറ്റസ് ഹെർണിയ. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ മരുന്ന് വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്യാസിന്റെ മരുന്ന് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് അതിനെ പുനർനാമനിർണയം ചെയ്യണം എന്ന് തോന്നുന്നു, ഗ്യാസിൻ്റെ മരുന്ന് എന്നുള്ളത് മാറ്റിയിട്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നാൽ മാറുന്നില്ല, ഭയങ്കരമായിട്ട് നിരാശനാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പക്ഷേ എൻഡോസ്കോപ്പി നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ആസിഡ് ആയിരിക്കില്ല അടിക്കുന്നത്, ചിലപ്പോൾ ഈ ചെറുകുടലിൽ നിന്നുള്ള ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം, പിത്തം കലർന്ന വെള്ളം മുകളിലേക്ക് അടിക്കുന്നതായിരിക്കും. അതിന് ചെറിയ ചികിത്സാ വ്യത്യാസം, മരുന്നിലെ വ്യത്യാസം ഒക്കെ കുറച്ച് സഹായിക്കും. പിന്നെ ചിലർക്ക് ഒന്നുമേ വെള്ളമായിട്ട് വരുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് ഞരമ്പിൻ്റെതായ ഈ കുടലിൻ്റെ തൊലിയുടെ അടിയിൽ മൊത്തം നമ്മുടെ ആമാശയത്തിൻ്റെ മൊത്തം കുടലിൻ്റെ ആ തൊലിയുടെ അടിയിൽ ഞരമ്പുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഞരമ്പുകൾ കൂടുതൽ സെൻസിറ്റീവായിട്ട് പ്രതികരിക്കുക, അത് തലച്ചോറ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക, അത് ചിലപ്പോൾ ഈ സ്ട്രെസ്, ആങ്സൈറ്റി ഇപ്പോൾ അവരതിനെ ഫങ്ഷണൽ മാറ്റി അതിനെ ഫങ്ഷണൽ അല്ല, അത് ഞരമ്പിന്റെ സെൻസിറ്റിവിറ്റി, ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് ആക്കി മാറ്റി വരികയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയ പ്രശ്നം പേഷ്യൻസിന് പലപ്പോഴും അതാ, ഡോക്ടറിനെ കാണാൻ ചേരുന്നു, എൻഡോസ്കോപ്പി ചെയ്യുന്നു, ഒന്നുമില്ല, PH മെട്രി ചെയ്യുന്നു, ഒന്നുമില്ല. അപ്പോൾ ഉടനെ ഇത് തോന്നലാണ്, മനസ്സിൻ്റെ സൈക്കാട്രി അസുഖം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഞരമ്പിൻ്റെ തിരിച്ചറിവും അനക്കവും എന്നുള്ള രീതിയിൽ വരുന്ന ഡിസോർഡേഴ്സ് ഓഫ് ഗട്ട് ബ്രെയിൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പേരായിപ്പോൾ അത് കുറേ കൂടി സെൻസിബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ. കുറച്ചുകൂടിയും നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാനൊക്കെ എളുപ്പമുള്ള ഒരു ടേമാണെന്ന്, മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ PH മെട്രിയിൽ ബേസിക്കലി നമ്മൾ PH നോക്കും അല്ലേ. അതിൽ ആസിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്കിത് പുളിച്ചു തേട്ടലിലെയാണ്, ആസിഡ് വയറിലേക്ക് കയറുന്നതാണെന്ന് ഉറപ്പിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പലപ്പോഴും നേരത്തെ പറഞ്ഞ ഈ ഹയാറ്റസ് ഹെർണിയൊക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും മാനോമെട്രിയും ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ അവിടെ കുറേ പേഷ്യൻസിന് നമുക്ക് മാനോമെട്രി ചെയ്യേണ്ടി വരും. മാനോമെട്രിയിൽ എന്താ നമ്മൾ ശരിക്കും ചെയ്യുക? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അന്നനാളത്തിൻ്റെ അനക്കം നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ ടൈറ്റ് ആക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ടൈറ്റ് ആയതിലേക്ക് കൂടെ ഭക്ഷണത്തെ കടത്തി വിടാനുള്ള ശക്തി ഈ അന്നനാളത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പരീക്ഷിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എത്ര ടൈറ്റ് ആക്കണം എന്നുള്ളത് തീരുമാനിക്കണം. അതിന് സഹായിക്കുന്നതും അപ്പോൾ മാനോമെട്രിയിൽ ബേസിക് ആയിട്ട് അന്നനാളത്തിലെ ഓരോ ഭാഗത്തെയും പ്രഷറാണ് നമ്മൾ പ്രഷർ, അനക്കത്തിന്റെ ശക്തി അറിയാൻ പറ്റും. ഓപ്പറേഷന് മുമ്പായിട്ട് എല്ലായ്പ്പോഴും നമ്മളത് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരാൻ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്താൽ തന്നെ ഒരു 60% ആൾക്കാർക്ക് അതെ, മിക്ക ആൾക്കാർക്ക് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ജീവിതശൈലി മാറ്റത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടേ അല്ലാന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് ആസിഡിറ്റിയുടെ മരുന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ എപ്പോഴെങ്കിലും എഴുതിയാൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള മരുന്നല്ല എന്നുള്ളത് മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് രോഗികൾ അറിഞ്ഞിരിക്കണം. പല പല അയൺ അബ്സോർപ്ഷൻ, കാൽഷ്യം അബ്സോർപ്ഷൻ, ഈവൻ വൈറ്റമിൻ ഡിക്ക് പോലും അബ്സോർപ്ഷൻ. അതെ, ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ ഒരു 5-6 വർഷമൊക്കെ ആയിട്ട് ആസിഡിറ്റിയുടെ മരുന്ന് കഴിക്കുന്നത്.
അതിൽ ഈ പ്രശ്നങ്ങൾ വരുന്നുള്ളത് ഉറപ്പ്. ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പം നമുക്ക് ഈ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ എച്ച് പൈലോറി നോക്കണം എന്നല്ലേ റുട്ടീനായിട്ട് നോക്കാറുണ്ടോ? എന്താ എങ്ങനെയാ ചെയ്യാ? നമ്മൾ അതൊരു അവസരം പോലെയാണ് എടുക്കുക. എൻഡോസ്കോപ്പിക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും എച്ച് പൈലോറി എന്നുള്ള ബാക്ടീരിയ ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഒരു ക്ലാസ് 1 കാർസിനോജൻ എന്നുള്ളൊരു ലേബലിൽ ഉള്ളതുകൊണ്ട്. എന്നാൽ നമ്മൾ അപ്പൊ എല്ലാവർക്കും ഏകദേശം അതുണ്ടെങ്കിൽ ക്യാൻസറിലേക്ക് എത്താനുള്ള ഒരു റിസ്ക് ഉണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടതാണല്ലോ. അതെ തെളിയിക്കപ്പെട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അൾസർ ഈ ഇല്ലാത്തവരാണ് എച്ച് പൈലോറി ബാക്ടീരിയ എങ്ങനെയാ വരാന്നുള്ളത് പലപ്പോഴും ആൾക്കാരെന്നോട് ചോദിക്കും, ഞങ്ങൾ എന്തെങ്കിലും തിന്നതിൻ്റെ ആണോ പ്രശ്നം എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആണ് അല്ലേ കേരളത്തിൽ. ഒരു നമ്മള് 50% നമ്മുടെ ഉണ്ട്. ഒരു വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് ബാക്കിയുള്ളവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവിൽ പക്ഷേ സിംറ്റംസ് ഇല്ലെങ്കിൽ അവരെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗൈഡ് ലൈൻ. ഇത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇപ്പം നമുക്ക് എൻഡോസ്കോപ്പി ഇല്ലാത്തവർക്ക് എച്ച് പൈലോറി ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗങ്ങളുണ്ട്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ അമലയിൽ ഇപ്പോൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് തുടങ്ങിയത്. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്ക് ഈ എച്ച് പൈലോറി ഉണ്ട്. നമ്മുടെ കിണറുകൾ അടുത്തായതുകൊണ്ടും വീടുകളെല്ലാം അടുത്തായതുകൊണ്ടും ഒരു പക്ഷെ പണ്ട് കാലത്ത് മലമൂത്ര വിസർജനം വളരെ കോമൺ ആയതുകൊണ്ട് ആയിരിക്കാം ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ മലത്തിലൂടെ വരുന്ന ഈ ബാക്ടീരിയ മണലിൽ കിടന്ന് പെറ്റ് വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ കിണർ വെള്ളത്തിലേക്ക്, നമുക്ക് ഇപ്പോൾ പ്രളയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് കിണർ വെള്ളങ്ങളിലൊക്കെ ഈ ബാക്ടീരിയ എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളാരും ഈ പലപ്പോഴും ചൂടുവെള്ളം ചോദിക്കും. പക്ഷേ ചൂടുവെള്ളം പലപ്പോഴും ഹോട്ടലുകളിൽ ഒക്കെ ചിലപ്പോൾ ശരിയാക്കാൻ മുഴുവൻ തിളപ്പിച്ചിട്ടാവണമെന്നില്ല. തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർത്താലും മതി. അപ്പോൾ അത് അത്ര അങ്ങോട്ട് ആക്റ്റീവ് ആവില്ല എന്ന് തോന്നുന്നു. നന്നായി തിളപ്പിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് തിളച്ച രീതിയിൽ 1 മിനിറ്റ് തിളച്ചാലേ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണെങ്കിലും ബാക്കി ബാക്ടീരിയ ആണെങ്കിലും പോവുള്ളൂ. തിളച്ചാൽ ഉടനെ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല. തന്നെ 1 മിനിറ്റ് വെള്ളം നന്നായി തിളപ്പിച്ച് 1 മണിക്കൂർ 1 മിനിറ്റെങ്കിലും തിളച്ച വെള്ളത്തിലാണെങ്കിൽ എച്ച് പൈലോറി നിലക്കില്ല. പക്ഷെ അതിപ്പോൾ പല സ്ഥലത്തും ഇല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു എച്ച് പൈലോറി നമ്മൾ കാണുന്നുണ്ട്. അത് പല ആൾക്കാരോടും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ എന്നും ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്കും അവരൊരു എൻഡോസ്കോപ്പിക്ക് വിടാൻ മടിയുണ്ട്. പേഷ്യൻ്റ് ആണെങ്കിലും ചെയ്യാനൊരു മടിയുണ്ട്. എൻഡോസ്കോപ്പി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ്. പിന്നെ വരില്ല. അതെ, എന്നോട് ചില പേഷ്യൻ്റ് ഞാനിത് പറയുമ്പോൾ എന്തിനെത്ര പേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് തിരിച്ചു ചോദിക്കാറുണ്ട്, സാറൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ചെയ്ത് കഴിയുമ്പോൾ അവരാരും അത് പറയാറില്ല. കാരണം ഇത് പലയിടത്തുനിന്നും കേട്ട് ഭയങ്കര ടെൻഷനോട് കൂടിയാണ് പലപ്പോഴും ആൾക്കാർ എൻഡോസ്കോപ്പിക്ക് വരിക. പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല. ഇപ്പോൾ വളരെ ചെറിയ എൻഡോസ്കോപ്പായി, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പ്രേ ഉണ്ട്. പണ്ട് എല്ലാവരുടെയും മനസ്സിലൊരു ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ചിന്തയൊക്കെയാണ്, കയ്യും കാലും പിടിച്ചെടുത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻഡോസ്കോപ്പുകൾ വളരെയധികം പുരോഗമിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനും എളുപ്പമാണ്, കിട്ടുന്ന ഡീറ്റെയിൽസും ഒരുപാട് കൂടും. ഒരു 6-7 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ്സിനുള്ളിലൊക്കെയാണ് നമ്മുടെ പൊതുവെ എൻഡോസ്കോപ്പി കഴിയുക. തൊണ്ട മരവിപ്പിച്ച് നമ്മൾ സ്പ്രേ അടിച്ച് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അനസ്തേഷ്യ പോലും പലർക്കും വേണ്ടല്ലോ. 99% എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ അവിടെ തന്നെ നമ്മൾ സെഡേഷനിലൊക്കെ ചെയ്യേണ്ടി വരാറുള്ളത്. ഭയങ്കര ആങ്ഷ്യസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ മയക്കി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യാറ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് നമ്മളിപ്പോൾ വാങ്ങിയത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരു C13 യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കും. ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ വയറിനകത്തുണ്ടെങ്കിൽ അവിടെ രാസപ്രവർത്തനം നടന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വരുന്ന ഗ്യാസിൽ ഈ C13 നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വെള്ളം കുടിക്കുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് ഒരു മെഷീനിലേക്ക് ഊതുന്നു, ആ മെഷീൻ കാസറ്റിലേക്ക് വെക്കുന്നു, കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു റിസ്ക് ഉള്ള ആൾക്കാർക്ക് ആർക്കും അത് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ അപകട അതെ, മറ്റു പലതും മിസ്സാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക നല്ലത്. നമ്മൾ നേരെ എൻഡോസ്കോപ്പിയിലോട്ട് പോകാൻ നല്ലത്. പക്ഷെ ഇത് ഒരാൾ ഇപ്പോൾ വന്ന് പറയും OPയിൽ എനിക്ക് ഇന്ന് UVT ചെയ്യണം, അവർ വേറെ മരുന്നുകൾ ഓവർ ദ കൗണ്ടറൊക്കെ കഴിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളിൽ അത് ചെയ്താൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത്. നമ്മൾ ഈ ഒരു പുതിയ ടെസ്റ്റ് വരുമ്പോൾ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് അതൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. എനിക്കൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ, അസിഡിറ്റിയുടെ മരുന്നുകൾ, ഇതെല്ലാം ഡോക്ടർ നേരത്തെ നിർദ്ദേശിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ചെയ്താൽ വളരെ നല്ല ടെസ്റ്റാണ്. പിന്നെ ഈ രോഗം മാറിയോന്നറിയാൻ വേണ്ടിയിട്ട് ഈ എച്ച് പൈലോറി 2 തരത്തിലും വരാമല്ലോ. നേരത്തെയൊക്കെ നമ്മൾ രണ്ടാമത് എൻഡോസ്കോപ്പി ചെയ്യണം. നമുക്കിപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് നിവാരണമായോന്നും അറിയാം, പിന്നെ വേറൊരു ഇൻഫെക്ഷൻ പിന്നെ വരികയാണെങ്കിൽ പുതിയ ഇൻഫെക്ഷൻ വരികയാണോ എന്നും അറിയാം. എൻഡോസ്കോപ്പിയുടെ ആവശ്യമില്ല. അപ്പോൾ ഒട്ടും റിസ്ക് ഇല്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ചികിത്സ എടുത്തു കഴിഞ്ഞ ആൾക്കാർക്കോ എനിക്ക് തോന്നുന്നു ഈ ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്ര ചിലവും വരില്ല, അത്ര ബുദ്ധിമുട്ടുമില്ല, വെറുതെ ഒരു ഊതലുള്ളൂ. പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിച്ച് വന്ന് പലപ്പോഴും കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് അത്ര
റിലൈ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഫോൾസ് സാധിക്കും. നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അതല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ. അതെ. എനിക്ക് നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ പൊതുവേ തായ്വാൻ, ജപ്പാൻ അവിടെയൊക്കെ എച്ച് പൈലോറി ഭയങ്കര പേടിക്കുന്ന ഒരു കാര്യമാണ്. അവരെനിക്ക് തോന്നുന്നു ഹൈ ഡെഫിനിഷൻ എൻഡോസ്കോപ്പി, സൂം എൻഡോസ്കോപ്പി ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളും ഇപ്പോൾ അടുത്ത് സൂം എൻഡോസ്കോപ്പി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇവിടെ നിലവിലാക്കിയല്ലോ. അതായത് വളരെ ചെറിയ ഒരു ഇമേജിനെ വളരെ വലുതാക്കി കാണുന്ന, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ലെൻസോട് കൂടി കാണുന്ന ഭയങ്കര ഭംഗിയാണ്. ആപ്പിൾ 17 ഫോൺ പോലെ അതെ അതെ. ഉള്ള ഫോട്ടോ കിട്ടും ഗോഡലിന്റെ എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന എച്ച് പൈലോറിക്കൊക്കെ ചികിത്സ വേണോ എന്നുള്ളൊരു ചോദ്യം ഈവൻ നമ്മൾ ഗാസ്ട്രോൻട്രോളജിസ്റ്റുകളുടെ ഇടയിൽ വരെ ആ ഒരു ചോദ്യമാണ്. എനിക്കും ഗ്യാസിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഈ പേഷ്യൻസ് പറയുന്നത് ഇപ്പൊ പല സിംറ്റംസും നമുക്കും ചെറിയ തോതിലുണ്ട്. അതിനെയൊക്കെ അറിയാവുന്നതുകൊണ്ടൊരു ഭയം തോന്നുന്നില്ല. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്യണമെന്നാണ്. ആ പറഞ്ഞപ്പോഴേ നമ്മുടെ ഈ തായ്വാനിൽ ഇപ്പോൾ അടുത്തൊരു സ്റ്റഡി വന്നു, ഒരു പഠനം വന്നു. 2021 വന്ന സ്റ്റഡിയാണ്. അവർ ഏകദേശം 7000 പേരോളം അവർ പരിശോധിച്ചു. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വീടാന്തരം കയറിയിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എച്ച് പൈലോറി ഉണ്ട് എന്ന് കാണുന്നവരെല്ലാവരെയും ട്രീറ്റ് ചെയ്തു. 2004 തൊട്ട് 2018 കാലഘട്ടം വരെ. തുടർന്നുള്ള വർഷങ്ങളിലുള്ള ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് അവർ പഠിച്ചു. അപ്പോൾ അവർ നോക്കിയപ്പോൾ എച്ച് പൈലോറിനെ ചികിത്സിച്ചതിന് ശേഷം തായ്വാനിൽ അവിടെ ഭയങ്കര ഹൈ ആയിരുന്നു ഈ ക്യാൻസർ റിസ്ക്. ആ ക്യാൻസറിൻ്റെ എണ്ണവും കുറഞ്ഞു, മോർട്ടാലിറ്റിയും കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പഠനം വന്നതിന് ശേഷം എച്ച് പൈലോറി എന്ന് പറഞ്ഞത് കണ്ടാൽ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ പൊതുവെ മെഡിക്കൽ ലോകം അത് അംഗീകരിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ? പഴയ അത്രയും കൺഫ്യൂഷൻ ഒന്നും നമുക്ക് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും. പിന്നെ ചികിത്സ മരുന്നുകളും അത്ര കുറച്ച് കോസ്റ്റ് ഉണ്ടെന്നുള്ളതല്ലാതെ പിന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആണ്. എന്നാൽ പിന്നെ കഴിക്കാനും വലിയ പക്ഷേ ഈ ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും അധികം പേഷ്യൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതി കൊടുക്കുന്ന മരുന്ന് കഴിക്കാതെ വരുന്നത് എച്ച് പൈലോറിയാണ്. അതെ, അതൊരു ശരിയാണ്, തെറ്റി പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വന്നിട്ട് അവർക്ക് ഞാൻ വൈലോബിസ് ബേസ്ഡ് റെജിമെനാണ് കൊടുത്തിരുന്നത്. അപ്പം ഇതിലേതോ മരുന്ന് കൊണ്ട് ഭയങ്കരമായ റിയാക്ഷൻ എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ്. അത് അവർ പറയണതിൽ അർത്ഥമുണ്ട്. കാരണം നമ്മൾ ഏകദേശം കൊടുക്കുമ്പോൾ ബിസ്മത്ത് ഗുളിക ഉണ്ടാവും 4 എണ്ണം, അസിഡിറ്റിയുടെ മരുന്ന് ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും 2 തരം ആൻറ്റിബയോട്ടിക് ഉണ്ടാവും. അപ്പോൾ കുറേ അധികം ഗുളിക ഉണ്ടാവും. പലപ്പോഴും എനിക്ക് തോന്നുന്നു പേഷ്യൻ്റ് ഇതിൽ ഏത് ഇത്രയധികം ഗുളിക എന്തിനാ എഴുതി തന്നിരിക്കുന്നതെന്നൊക്കെ നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്. ഈ അമ്മച്ചിക്ക് എന്നിട്ട് എന്താ സംഭവം? അമ്മച്ചിക്ക് പറ്റിയെന്ന് വെച്ചാൽ അമ്മച്ചി ഇതിലെ പറ്റുന്നത് ഞാൻ എല്ലാം കാണിക്കാൻ പറഞ്ഞു, ഏതിനാണ് റിയാക്ഷൻ അടിക്കുന്നത് അറിയാൻ വേണ്ടി. ഇത്രയും നമ്പർ ഓഫ് ഗുളിക കൂടിയുണ്ടാകുന്ന തോന്നുന്നു. പൈലോബിസ് കൊണ്ടുവന്നിട്ടില്ല. ഉടനെ ഞാൻ ഫാർമസിസ്റ്റിനെ വിളിച്ചു, ഇതില്ലാതാണോ കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫാർമസിയിൽ സ്റ്റാഫ് ഓടി വന്ന് അവിടെ സ്റ്റോക്ക് ചെക്ക് ചെയ്തു. നമ്മൾ ആർത്താറ്റ അപ്പോൾ സ്റ്റോക്ക് ചെക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിൽ നമ്പർ കറക്റ്റാണ്, ഇവിടുന്ന് പോയിട്ടുണ്ട്. ക്യാമറയിലൊക്കെ നോക്കിയപ്പോൾ ഇവരുടെ കൂടെ അന്ന് 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി പോയതായിട്ട് കണ്ടു. നമ്മൾ അവരെ വീണ്ടും ചോദിച്ചു, വീട്ടിൽ വിളിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ ഇത് എടുത്തിരുന്നു, ഒരു പാക്കറ്റായിട്ടായിരുന്നു അത് മേളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം കഴിച്ചത് പൈലോബിസ് ഇല്ലാതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബിസ്മത്ത് എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ വീണ്ടും പണ്ടുണ്ടായിരുന്ന മരുന്ന് കുറേ നാളായിട്ട് അത് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുക അല്ലേ? കാരണം ഈ മരുന്ന് വളരെ ഇഫക്റ്റീവാണ്. അതെ, ക്വാഡ്രപ്പിൾ റെജിമിന് കുറച്ചുകൂടി എഫിക്കസി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പല ആൻറ്റിബയോട്ടിക്കിനും റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടും ഈ ക്ലാരിത്രോമൈസിൻ, മെട്രോണിഡസോൾ ഇതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് 15% കൂടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബിസ്മത്ത് ഇല്ലാത്ത ഒരു സെറ്റ് മരുന്ന് വരുമ്പോൾ അത്ര ഇഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലും. പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ ഇത് കഴിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഞാൻ അതിനോട് സ്ഥിരം പറയും, ഇത് കഴിക്കുന്ന സമയത്ത് വായിൽ കൈപ്പുരുചി ഉണ്ടാവും, ഓർക്കില്ലായ്മ ഉണ്ടാവും, വയറ് നല്ല കറുപ്പ് കളറാവും, പേടിച്ച് ഓടി വരണ്ട, മേലാസകലം ചൊറിച്ചിലും അലർജി ഉണ്ടെങ്കിൽ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ടെന്ന് പറയും. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേ കൂടിയും ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അംഗീകരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ബിസ്മത്ത് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഈ റെജീം കഴിച്ചതുകൊണ്ടോ എപ്പോഴും എല്ലാവരുടെയും അസുഖം മാറണമെന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ യൂറിയ ബ്ലഡ് ടെസ്റ്റിന് കൂടുതൽ പ്രാധാന്യം. പലരും ഇത് കഴിച്ചു കഴിഞ്ഞ് അസ്വസ്ഥതകൾ കുഴപ്പമില്ല, ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ടെസ്റ്റ് ചെയ്യാതെ നോക്കും. പക്ഷെ ഇത് കൺഫേം ചെയ്യേണ്ടത് കൂടിയും അത്യാവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ കാർസിനോജൻ എന്നുള്ളൊരു ലേബൽ ഉള്ളതുകൊണ്ട് എപ്പോഴാണ് പിന്നെ ഇവർക്ക് ക്യാൻസർ നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ക്ലിയർഡ് അല്ലാതെ കിടക്കുവാണെങ്കിൽ റീട്രീറ്റ് ചെയ്യണോ, നമുക്ക് പല കൺഫ്യൂഷൻസ് ആണ്. പലരും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ അത് നോക്കുന്നേ ഇല്ല. പിന്നെ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അവിടെ നിന്നൊന്നും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലർ ബ്ലഡിനകത്ത് ടെസ്റ്റ് ചെയ്യും.
അതിന്റെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ, ഈ ബ്ലഡിന്റെ അകത്ത് ടെസ്റ്റ് ചെയ്താൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഇൻഫെക്ഷൻ വന്ന് പോയിട്ടുണ്ടോന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും. അതാണ് പക്ഷേ ഞാൻ അവരോട് പ്രത്യേകം നമുക്ക് പറഞ്ഞു കൊടുക്കും, ഇത് ഒട്ടും റിലയബിൾ അല്ല ഈ ബ്ലഡ് റിസൾട്ട്. ടെസ്റ്റ് പൊതുവെ റെക്കമെൻഡ് അയക്കുന്നത് തന്നെ നമ്മളൊരു സമൂഹത്തിൽ പോയി ഇതിൽ എത്ര പേർക്ക് H. pylori ഉണ്ടാകാം എന്നുള്ളത് പഠിക്കാൻ മാത്രം, അല്ലാണ്ട് അതൊരു കൺഫർമേഷൻ അല്ല. അല്ല. കൺഫേം ചെയ്യണമെങ്കിൽ 3 ടെസ്റ്റേ ഉള്ളൂ. ഒന്നെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ യൂറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മലം പരിശോധിച്ച് സ്റ്റൂൾ ആന്റിജൻ സ്റ്റൂൾ ആൻറ്റിജൻ. ഈ 3 നമുക്ക് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഈ H. pylori സീറോളജി ചെയ്യുന്നതും അല്ലാത്തതിൻ്റെയും വ്യത്യാസം നന്നായി മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതെ. പക്ഷേ ഈ H. pylori എൻഡോസ്കോപ്പി വേണ്ട എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം ചില ആൾക്കാർക്ക് ഈ സ്റ്റൊമക്കിൽ ഈ പ്രശ്നം വന്നതിന് ശേഷം പലപ്പോഴും അവർക്ക് അതിന് ശേഷം തൊലിക്ക് മാറ്റം വരും, അല്ലെ? സ്റ്റൊമക്കിൽ തൊലിക്ക് മാറ്റം വരും. ഈ H. pylori നമ്മൾ ഇന്ത്യക്കാർ കുറച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ജപ്പാൻ തായ്ലൻഡിൽ നിന്നായിരുന്നു പണ്ട്. കാരണം അത്രയധികം നമ്മളുടെ ഇവിടുത്തെ ഭക്ഷണത്തിൽ അത്ര ഈ സ്മോക്ക് ചെയ്ത ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പ്രിസർവ് ചെയ്ത മീറ്റോ അങ്ങനത്തെ ഉപയോഗം പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ അതും കൂടി വരുന്നു. അപ്പൊ എല്ലാം അപ്പൊ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ പണ്ടുണ്ടായിരുന്നു, ആ. പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. Improve ഇത് ചെയ്തു. വീണ്ടും വീണ്ടും മോശം. പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വേറൊരു കാരണം കൂടി ഉണ്ട് എന്നാണ് നമ്മൾ Parasite. പൊതുവെ ധരിക്കുന്നത്. നമ്മുടെ ഇവിടെ കാണുന്ന H. pylori ആയിരിക്കില്ല ഒരു പക്ഷെ തൈവാനിലും ജപ്പാനിലും H. pylori. വാക്യം. നമ്മുടെ ഇവിടെ അത്ര അധികം, അതായത് ആ രാജ്യങ്ങളിലൊക്കെയുള്ള പ്രിവലൻസിൽ കാണുന്ന അത്രയും ക്യാൻസറുകൾ ഇത്രയും H. pylori ഉണ്ടായിട്ട് പോലും നമ്മുടെ കാണുന്നില്ല. അത്ര തീക്ഷണമായ ടോക്സിൻസ് ഉണ്ടാക്കാത്ത പക്ഷെ അല്ലെങ്കിൽ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു മെസ്സേജ് ക്ലിയർ ആണ്. നമ്മളൊരു H. pylori കണ്ടാൽ എന്തായാലും നമ്മൾ അതിനെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു സാർ, ഈ ഒരു നമ്മൾ എൻഡോസ്കോപ്പി ഈ പറഞ്ഞ റിസ്ക് ഉള്ളവരിൽ ചെയ്യുമ്പോഴും പലപ്പോഴും ഈ സാറ് പറഞ്ഞ പോലെ ഈ വയറിന്റെ തൊലി ചുങ്ങിപ്പോയതായിട്ടും ആ വെളുത്ത നിറത്തിലുള്ള പാടുകൾ പോലെ കാണുക. അപ്പൊ നമ്മുടെ അവിടെ ഇപ്പോൾ ഉള്ള സൂം സ്കോപ്പ് അതിലൊരുപാട് സ്കോപ്പിയുടെ ഏറ്റവും വലിയ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഭയങ്കര വലുപ്പത്തിൽ കാണും. അപ്പോൾ ഈ ഏർലി ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ H. pyloriയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആമാശയത്തിൻ്റെ തൊലിക്ക് മാറ്റം വന്നിട്ട് ക്യാൻസറിൻ്റെ ആരംഭം. അപ്പോൾ പൊതുവെ ആൾക്കാർ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും ഇപ്പോൾ വളരെ ഭേദമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പോലും നമുക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവാതെ ഗ്യാസിൻ്റെ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കുന്ന പോലത്തെ ഒരു ശീലമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം തന്നെ വളരെ തുടക്കത്തിൽ നമ്മൾക്ക് ഈ ക്യാൻസർ കണ്ടെത്താനുള്ള രീതികൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. സൂം എൻഡോസ്കോപ്പിയിലൊക്കെ ചില കേസസിൽ തൊട്ടടുത്ത് ചെന്ന് നമുക്ക് 2 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഈ ഹൈ ഡെഫിനിഷൻ എൻഡോസ്കോപ്പി, സൂം എൻഡോസ്കോപ്പിയിൽ. അതിൽ രക്തക്കുഴലുകളുടെ പാറ്റേൺ വെച്ചിട്ടും തൊലിയുടെ പുറത്തുള്ള സർഫസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഏരിയകൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ പണ്ട് എവിടെന്നെങ്കിലും ബയോപ്സി എടുക്കുന്നതിന് പകരം ഒരു ബയോപ്സി പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് അസുഖം കണ്ടുപിടിക്കാനും അത് വളരെ തുടക്ക സ്റ്റേജിൽ കണ്ടുപിടിക്കാനും സാധിക്കും. പിന്നെ ഇപ്പോൾ എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ ESD എന്നൊക്കെ പറയുന്ന ചികിത്സകൾ ഇത് രണ്ടും കൂടിയായപ്പോ ഒരുപാട് ഗുണം നമുക്ക് കിട്ടിയ പോലെ മേജർ ഓപ്പറേഷൻ ഇല്ലാതെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തുടക്കത്തിൽ കണ്ടെത്തുമ്പോൾ നിസ്സാരമായിട്ടൊരു എൻഡോസ്കോപ്പിയിലൂടെ തന്നെ ആ ട്യൂമറിൻ്റെ ഭാഗം മുഴുവനായിട്ട് മാറ്റിക്കളയാവുന്ന ഈ എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ വന്നപ്പോൾ വലിയ മാറ്റമായില്ല എനിക്ക്. റെഗുലറായിട്ട് അമിതമായിട്ട് തേൻ ഉപയോഗിക്കുന്നത് ഫാറ്റ് ലിവറിനെ മോശമാക്കാനേ സഹായിക്കുള്ളൂ. ഒരിക്കലും അത് ഒരു ഗുണം ചെയ്യുന്ന സംഭവമല്ല. താരൻ വരുന്നവർ പോലും കുടലിലെ ബാക്ടീരിയ ആണോ താരന്റെ കാലം എന്ന് ചോദിക്കുന്നു. ഗ്യാസ് പറയുമ്പോൾ ആലോചിക്കപ്പോൾ ഒരു വൈൻ്റെ കുപ്പി തുറന്നാൽ വരുന്ന അതുപോലെ തന്നെയാണ് ഈ ബാക്ടീരിയ ഫെർമെന്റ് ചെയ്ത് വയറ്റിൽ ഗ്യാസ് ഉണ്ടാവുക. ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ഒത്തിരി പേര് ഇപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് നമ്മളോട് വന്ന് ചോദിക്കും, എനിക്ക് ഉള്ളിൽ H. pylori ബാക്ടീരിയ ഉണ്ടോ എന്ന് നോക്കണം, അത് എന്തൊക്കെ അസുഖങ്ങളാണ്. മഴക്കാലം എത്തുമ്പോൾ ബാക്ടീരിയ ഒഴുകി നമ്മുടെ കിണർ വെള്ളത്തിലെത്തുന്നു. അത് നമ്മൾ നന്നായി തിളപ്പിക്കാതെ ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അത് വയറിൽ പോയി പറ്റിപ്പിടിച്ചാൽ അത് അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലേ? ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരു പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞു, ആൾക്ക് ഒരു കരൾ രോഗവുമുണ്ട്, അല്ലെങ്കിൽ ഒരു കാലിലോട്ടിൽ രക്തയോട്ടക്കുറവുണ്ട്, ഒരു 8-10 മരുന്നുകൾ ഒരു ആവറേജ് അവരുടെ കയ്യിൽ കാണാറുണ്ട് പലപ്പോഴും. പല മരുന്നുകൾ വരുമ്പോഴത്തേനും ഉള്ളൊരു ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട്. സാധാരണയായിട്ട് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിക്കുമ്പോൾ കൂടെ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും ഒരു പ്രാവശ്യം ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ ഈ കുടലിലെ ബാക്ടീരിയയുടെ ആവാസ വ്യവസ്ഥ തന്നെ കുറേ ആഴ്ചത്തേക്ക് മാറും. ഒരു ബോംബിട്ട് പോകുന്ന പോലെയാണ്. ആരോഗ്യമുള്ള ഉദരം, ഉദാരമായ പുഞ്ചിരി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗാസ്ട്രോഎൻട്രോളജി, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, തൃശൂർ.